ചെയ്ത നമ്മുടെ വൈസ് ചെയർമാനെ ഈ സമയം നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഇടവകയോടുള്ള സ്നേഹത്തെയും പ്രവർത്തനങ്ങളെയും ഈ സമയം ഓർത്തുകൊള്ളുന്നു. എല്ലാവരും കൈയടിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ സംഗ്രഹ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീമതി ഷെറീന ഷിൻഡോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഹോദരന്മാർ ഐക്യത്തോടെ വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സങ്കീർത്തനം 133:1. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനും ലോക തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ നാമധേയത്തിലുള്ള അമലാപുരം സെന്റ് ജോസഫ് ഇടവക പാരിഷ് ഫാമിലി യൂണിറ്റിന്റെയും വുമൺ വെൽഫെയറിന്റെയും 2024-26 കാലഘട്ടത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയുടെ 2024 വർഷത്തെ ഇടവക വാർഷികം 12/5/2024 വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, കലാപരിപാടികൾ എന്നിവയോടുകൂടി നടത്തപ്പെട്ടു. ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്കായി നടത്തിയ പ്രവർത്തനങ്ങൾ. 2024-25 വർഷങ്ങളിൽ ജൂലൈ 3 നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ ദിവസമായ ദുഃഖാന തിരുനാൾ കഴിഞ്ഞ 2 വർഷങ്ങളിലും യൂണിറ്റ് തലത്തിലും ഇടവക തലത്തിലും ആഘോഷമായി നടത്തപ്പെട്ടു. തോമസ് ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തെയും അദ്ദേഹത്തിന്റെ ഭാരതവുമായുള്ള ആത്മീയ ബന്ധത്തെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി യൂണിറ്റ് തലത്തിൽ മാർത്തോമാ ക്വിസ് നടത്തപ്പെടുകയും വിജയികളെ തിരഞ്ഞെടുക്കുകയും പാച്ചോ വിതരണം നടത്തുകയും ചെയ്തു. ഇതിന്റെ ഇടവകതല മത്സരം ഓഗസ്റ്റ് മാസത്തിൽ പള്ളിയിൽ നടത്തപ്പെട്ടു. യേശുവിന്റെ മുത്തശ്ശന്മാരായ വിശുദ്ധ യോവാക്കിമിന്റെയും അന്നയുടെയും ഓർമ്മ പുതുക്കുന്ന ഗ്രാൻഡ് പേരൻസ് ഡേ ഇടവകയിൽ ആഘോഷിച്ചു വരുന്നു. പ്രിയപ്പെട്ട മുത്തശ്ശന്മാർക്കായി ജൂലൈ മാസത്തെ 4ാമത്തെ ഞായറാഴ്ച ഗ്രാൻഡ് പേരൻസ് ഡേ ആയി കഴിഞ്ഞ 2 വർഷങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മാതാപിതാക്കൾ കേവലം സംരക്ഷകർ മാത്രമല്ല, മക്കളുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകരും വഴികാട്ടികളുമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികളെയും അവയ്ക്കുള്ള പരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇടവകയിലെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി ചർച്ചകളും ക്ലാസുകളും 2024-26 കാലഘട്ടങ്ങളിൽ നടത്തുവാൻ സാധിച്ചു. ഓഗസ്റ്റ് 15-ാം തീയതി 2024-25 വർഷങ്ങളിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും സംയുക്തമായി ആഘോഷിക്കുകയുണ്ടായി. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം വിവിധ പരിപാടികളോടെ ഇടവകയിലെ വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ നടത്തുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിവരുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ യൂണിറ്റ് തലത്തിലും ഇടവക തലത്തിലും രൂപതാ തലത്തിലും നമ്മുടെ ഇടവക അംഗങ്ങൾ മികച്ച റാങ്ക് കരസ്ഥമാക്കി. അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം അവർക്ക് ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്തു വരുന്നു. അനുഗ്രഹീത ദൈവമാതാവിനെ ബഹുമാനിക്കുന്ന കൊന്ത നമസ്കാരം ഒക്ടോബർ മാസത്തിൽ യൂണിറ്റ് തലത്തിലും ഇടവക തലത്തിലും ഭക്തി പുരസ്കാരം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തപ്പെടുകയുണ്ടായി. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിന്റെ ഓർമ്മ നമുക്ക് എന്നും കാത്തു സൂക്ഷിക്കാം. ഹ്രസ്വമായ ഈ ലോക ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും ജീവിതം അർത്ഥപൂർണമായി ജീവിക്കുവാനും ജീവിച്ചിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് സകല ആത്മാക്കളുടെയും ദിനം. എല്ലാ വർഷവും നവംബർ 2-ാം തീയതി മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണവും സെമിത്തേരി വെഞ്ചരിപ്പും ഇടവകയിൽ നടന്നു വരുന്നു. 2024 നവംബർ 2-ാം തീയതി നമ്മുടെ സെമിത്തേരിയിൽ റൂഫിംഗ് നടത്തിയതിന്റെ വെഞ്ചരിപ്പും ഇതിനോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥനകളും നന്മ പ്രവൃത്തികളും വേണമെന്നുള്ള വിശ്വാസത്താൽ നവംബർ മാസത്തിലെ അവസാനത്തെ ദിവസം നമ്മുടെ ഇടവകയിൽ ശ്രാദ്ധ ദിനമായി നടത്തി വരുന്നു. വർഷങ്ങളിൽ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളുടെയും ഇടവക സമൂഹത്തിന്റെയും പരിപൂർണ സഹകരണത്തോടെ ശ്രാദ്ധ ദിനം വിശുദ്ധ കുർബാനയോടും മരിച്ചവർക്കുള്ള പ്രത്യേക പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തിനോടുകൂടി നടത്തി വരുന്നു. ഉണ്ണീശോയുടെ ജനനത്തെ വരവേൽക്കാൻ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പുൽക്കൂട് നിർമ്മിക്കുകയും ഉണ്ണിയെയും വഹിച്ചുകൊണ്ട് കരോൾ പോവുകയും ചെയ്തു വരുന്നു. 2025 ജനുവരി 10, 11, 12 തീയതികളിലും 2026 ജനുവരി 9, 10, 11 തീയതികളിലും ഇടവക തിരുനാൾ ഭക്തിപൂർവ്വം കൊണ്ടാടി. 2025 ഏപ്രിൽ 4, 5, 6 തീയതികളിൽ വാർഷിക ധ്യാനം നടത്തപ്പെട്ടു. 2025 ഏപ്രിൽ 24 മുതൽ മെയ് 19 തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന യൂണിറ്റ് വാർഷികങ്ങൾ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെ നിയോഗത്തെ തുടർന്ന് മെയ് 5 തീയതി മുതലാണ് നടത്തപ്പെട്ടത്.
കുദാശകളിലൂടെ എന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ അപ്പവും വീഞ്ഞുമായി സ്വീകരിക്കുന്ന പുണ്യവേളയാണ് ആദ്യ കുർബാന സ്വീകരണം. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് നാം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും മെയ് ആദ്യവാരം നമ്മുടെ ഇടവകയിലെ കുരുന്നുകൾ ആദ്യമായി ഈശോയെ സ്വീകരിക്കുകയും ആ സ്നേഹം അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ ഇടവകയിൽ മതബോധന വിഭാഗം, ഭക്തസംഘടനകളായ വുമൺ വെൽഫെയർ, വിൻസെന്റ് ഡി പോൾ, യൂത്ത് ഫോറം, KCYM, കരിസ്മാറ്റിക് കൂട്ടായ്മ എന്നിവ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മാതൃക പിന്തുടർന്ന് ഇടവകയിലെ കുടുംബങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനും സ്ത്രീകളുടെ ക്ഷേമത്തിനുമായി വിഭാവനം ചെയ്ത വുമൺ വെൽഫെയർ സംഘടന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി ഡയറക്ടറായും, സിസ്റ്റർ റോസി ചാക്കോ അനിമേറ്ററായും, ശ്രീമതി ലിനി ജോഷി പ്രസിഡന്റായും, ശ്രീമതി സൗമ്യ പീറ്റർ വൈസ് പ്രസിഡന്റായും, ശ്രീമതി സന്ധ്യ മാവലി സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. 2025 ഒക്ടോബറിലെ ജപമാല സമാപന ദിവസം 13 കുഞ്ഞുങ്ങളെയും 2 അമ്മമാരെയും മാതാവിന്റെ വേഷധാരികളായി എത്തിയത് എല്ലാവർക്കും കുളിർമയായ കാഴ്ചയായിരുന്നു. ഇത് നമ്മുടെ ഇടവകയ്ക്ക് പുതിയ അനുഭവമായിരുന്നു. നവംബറിലെ സകല പൂർവീകരെയും അനുസ്മരിച്ച് പ്രാർത്ഥന നടത്തി. ഡിസംബർ 21-ന് പരിശുദ്ധ കുർബാനയോടുകൂടി വുമൺ വെൽഫെയറിന്റെ വാർഷിക ആഘോഷവും ക്രിസ്മസ് സെലിബ്രേഷനും സംയുക്തമായി ആഘോഷിച്ചു. അന്നേ ദിവസം 6 പെൺകുട്ടികൾ അൽത്താര ബാലികമാരായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മുടെ ഇടവകയിലെ സമർപ്പിത അമ്മമാരെ ആദരിക്കുകയും ചെയ്തു. അർഹരും നിരാലംബരുമായ വ്യക്തികൾക്കും രോഗികളുടെ ചികിത്സാർത്ഥം ജാതിഭേദമന്യേ നമ്മുടെ ഇടവകയിൽ നിന്ന് സഹായം നൽകി വരുന്നു. സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഇടവകങ്ങളുടെ കൂടി സഹായത്താൽ ഭവനം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ആരോഗ്യ ബോധവൽക്കരണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മെഡിക്കൽ ക്യാമ്പുകളും ഇടവകയുടെ നേതൃത്വം നടത്തി വരുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നു എന്ന വചനത്തെ അന്വർത്ഥമാക്കിയ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട വർഗീസ് ഇടശ്ശേരി അച്ഛൻ. ഇടവകാംഗങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു കുടുംബാംഗത്തെ പോലെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും അദ്ദേഹം കാണിച്ച താല്പര്യം മാതൃകാപരമാണ്. സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 27 നമ്മുടെ മുൻ വികാരിയായിരുന്ന നമ്മുടെ ഇടശ്ശേരി അച്ഛൻ സ്നേഹപുരം ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോയി. അച്ഛനെ യാത്രയപ്പ് നൽകുകയും സ്നേഹപുരം ഇടവകയിലേക്ക് ഇടവാങ്ങൾ അനുഗമിക്കുകയും ചെയ്തു. വെറും ഒരു ഭരണാധികാരി എന്നതിലുപരി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വെളിച്ചം പകരാനും പുതിയ തലമുറയെ സഭയോട് ചേർത്ത് നിർത്തുവാനും വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന നല്ലൊരു ഇടയനായ നമ്മുടെ പുതിയ വികാരി അച്ഛൻ ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി സെപ്റ്റംബർ 27 നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുത്തു. അച്ഛന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവക കൂടുതൽ വളർച്ചയിലേക്കും ആത്മീയ ചൈതന്യത്തിലേക്കും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന തിരുവചനത്തെ മുൻനിർത്തി ദീർഘകാലം ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയോടെ നിലകൊണ്ട ദമ്പതികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ദാമ്പത്യ ജീവിതത്തിൽ 25-50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതികളെ നമ്മുടെ ഇടവക ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ JEE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റോഷൻ രാജു കാച്ചപ്പള്ളിക്ക് ഇടവകയുടെ ആദരം നൽകി. വിശുദ്ധ വാരത്തിന്റെ ആചരണ ഭാഗമായി ഓരോ കുടുംബ കൂട്ടായ്മയും ലഭിച്ച ഉത്തരവാദിത്ത പ്രകാരം ഓരോ ദിവസത്തെ കർമ്മങ്ങളും വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. ഇടവകയിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തി മാർച്ച് 22 ഒരു മീറ്റിംഗ് നടത്തപ്പെട്ടു. 5 വർഷത്തെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അതിൽ പ്രാധാന്യം കൊടുത്തത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി മാസത്തെ കുടുംബ കൂട്ടായ്മകളിൽ നടത്തപ്പെട്ടു. അതുപോലെ കുടുംബ കൂട്ടായ്മകളുടെ സമയം പുനഃക്രമീകരിച്ചു. മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച തുടങ്ങി ആദ്യ ശനിയാഴ്ച തീരുന്ന രീതിയിൽ ഒരു ദിവസം 2 യൂണിറ്റ് എന്ന ക്രമത്തിൽ ഒരു യൂണിറ്റ് 6:30-നും ഒരു കൂട്ടായ്മ 7:30-നുമാണ് നടത്തി വരുന്നത്. ഇടവകയുടെ കീഴിലുള്ള വിവിധ കപ്പേളകളിൽ തിരുനാളുകൾ ഭക്തിയോടെ നടത്തി വരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ച വികാരി അച്ഛന്മാർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികൾ എന്നിവർക്ക് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. വരും വർഷങ്ങളിലും ഇടവക കൂടുതൽ ഐക്യത്തോടും വിശ്വാസത്തോടും കൂടി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ യോസേപ്പ് പിതാവിനെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്ത സ്വർഗസ്ഥനായ പിതാവിന്റെ പൈതൃക പരിലാളനയിൽ പരിപൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഇടവക ജനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. താങ്ക് യു. ശ്രീമതി ഷെലീന ഷിൻഡോ. അടുത്തതായി ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളിയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു.
നമ്മുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സൈമൺ ചെറുന്നേലച്ച, ഇതിരിക്കുന്ന മറ്റു വിശിഷ്ടരെ, ഇടപെടാനുള്ള പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഇടവക സംയുക്ത ദിനമായിട്ട്, വാർഷിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മാതൃദിനം കൂടിയാണ്. എല്ലാ അമ്മമാരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ദിവസം ഓർക്കുന്നു. എല്ലാ അമ്മമാർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആദ്യമേ നേരുകയാണ്. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മമാരെ ഓർത്തുകൊണ്ടാണ് പൂമുടുക്കാനായിട്ട് അമ്മമാരെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചത്. ഈ ദിവസം പ്രത്യേകമായിട്ട് നിങ്ങളെ കൂടി പരിഗണിക്കപ്പെടണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഈ ദിവസത്തിലെല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞു. തീർച്ചയായിട്ടും 8 മാസം വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. വളരെ പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട്. അത് തന്നെ കാരണം നമ്മൾ വളരെ സമൂഹത്തിൽ കൂട്ടായ്മയിലും സ്നേഹത്തിലും ആയിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എത്ര വേഗം ദിവസങ്ങൾ കടന്നു പോകുന്നതായിട്ട് പോലും തോന്നുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയോടൊപ്പം ആയിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈമൺ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ ഇന്ന് ഈ ചടങ്ങിന് ആകുന്നതിൽ വേറൊരു കാരണം കൂടിയുണ്ട്. അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഓടി വന്നു. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് എന്നുള്ളതോടുകൂടിയാണ്. ഞങ്ങൾ വേറെ സെമിനാരിയിലായിരുന്നു. തിയോളജിയിൽ അച്ഛനും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ആ സൗഹൃദം ഇന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ അച്ഛൻ NCV സഭയുടെ ഇടവശയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് ആയിരിക്കുന്നു എന്നതിന് അറിയുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഈ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് ഇടവകയുടെ പേരുള്ള നന്ദി എൻ്റെ പേരോട് ഞാൻ അതിനെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഇടവകയിൽ 12 കൂട്ടായ്മകളാണുള്ളത്. 12 കൂട്ടായ്മകൾ കൃത്യമായിട്ട് പങ്കുചേരുകയും യൂണിറ്റുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് തന്നെ പരാതി ഉണ്ടാകാറുണ്ട്. വേണ്ടത്ര പങ്കാളിത്തം കുറവാണ്. നേതൃനിരയിലേക്ക് ആരും തന്നെ കടന്നു വരുന്നില്ല. കുറച്ചു പേരുടെ, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളുടെ മാത്രം, അല്ലെങ്കിൽ ഏതാനും ചില പുരുഷന്മാരുടെ മാത്രം കൂട്ടായ്മകളൊക്കെയായി പോകുമെന്നുള്ള സങ്കടം പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. ഞാൻ ഒരിക്കലും പള്ളിയിൽ സൂചിപ്പിച്ചിരുന്നു, കൂട്ടായ്മയിൽ എന്തുകൊണ്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ആദരവ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. കുറച്ച് അവരോടുള്ള ബഹുമാനത്തെ കരുതി ഒരിക്കൽ ഒരു ചായക്കടക്കാരൻ വലിയൊരു ആഗ്രഹമുണ്ടായി. അദ്ദേഹത്തിന് ഒരു വലിയ സന്യാസം സ്വീകരിക്കണം, ഒരു ശിഷ്യത്വം സ്വീകരിക്കണം. ലോകത്തെ ഏറ്റവും നല്ല ഗുരുവിൻ്റെ അടുത്ത് വേണം അത് പോകാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ അദ്ദേഹം പലരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ചായ കുടിക്കാൻ വരുന്ന പലരോടും ചോദിക്കും, ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു ഗുരുവായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും അല്ലാതെയുള്ള സന്യാസികളും അല്ലാതെയുള്ള വലിയ മനുഷ്യരുടെയൊക്കെ പേരും അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ അദ്ദേഹം പോയി നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ആരെയും അത്രയും തൃപ്തിയായിരുന്നു. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ചായ ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ ചായ പരിപാടിയൊക്കെ ഇരിക്കുമ്പോൾ ഒരു സാധാരണ സന്യാസി അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ വരുന്നു. അങ്ങനെ ചായ കുടിക്കണമെന്നൊരു ഈ സന്യാസി ഈ ചായക്കടക്കാരനെ ശ്രദ്ധിച്ചു. വളരെ ശാന്തനാണ്, വളരെ സ്വസ്ഥമായിട്ടുള്ള മനുഷ്യൻ, വളരെ നന്മ, വളരെ പ്രത്യേകത തോന്നുന്നു. പക്ഷെ വളരെ വലിയ ആഭരണങ്ങളോ വലിയ കാര്യങ്ങളൊന്നും കാണിക്കാനില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ഇദ്ദേഹത്തെ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ചായ ചോദിച്ചു. ഈ ചായയുമായിട്ട് ഈ സന്യാസിയുടെ അടുത്തേക്ക് ചായക്കടക്കാരൻ ചെല്ലുക. ഈ ചായക്കടക്കാരൻ സന്യാസിയുടെ അടുത്ത് നിന്ന് ചായ കൊടുക്കുന്ന സമയത്ത് ഈ സന്യാസി ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനത്തോടെ ആദരവോടെ തൊഴുതു. ഒപ്പം ചായയും വലിയ ബഹുമാനത്തോടെ തൊഴുതു. ഇത് കണ്ടപ്പോൾ തന്നെ ചായക്കടക്കാരൻ ചായയുടെ നിർത്തി അദ്ദേഹത്തിൻ്റെ ചായ പോകുന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. സന്യാസി ചോദിച്ചു, എൻ്റെ കൂടെ വന്നിട്ട് എന്തിനാണ്? എനിക്ക് പ്രത്യേകിച്ച് കൂടാരങ്ങളോ സന്യാസികളെ പഠിപ്പിക്കുന്ന ആശ്രമങ്ങളോ
സംവിധാനങ്ങളോ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ശിഷ്യനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ചായക്കടക്കാരൻ പറഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് പോയി, ഒരുപാട് പേര് വലിയ മഹത് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അറിവിന് വേണ്ടിയല്ല ഞാൻ ആദ്യം വെച്ചൊരു യഥാർത്ഥ ശിഷ്യത്വം അത് താങ്കളിൽ ഞാൻ എന്താണെന്ന് വെച്ചു. നിസാരപ്പെട്ട ചായ അടിക്കുന്ന എന്നെ ബഹുമാനിക്കാൻ സാധിക്കുന്നെങ്കിൽ നിസാരപ്പെട്ട ഈ ചായ അത് എവിടെ നിന്നെല്ലാം വരുന്നതെന്ന് മനസ്സിലാക്കി അതിനെ പോലും ബഹുമാനിക്കാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ഒരു യഥാർത്ഥ ഗുരു. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ചെറുതിനെയും ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ ഏതൊന്നിനെയും തള്ളിക്കളയാതെ ബഹുമാനിക്കാനും ആദരവോടെ കാണാനും സാധിക്കുമെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചായകടകാരൻ അദ്ദേഹത്തെ അനുഗമിക്കാൻ ശിഷ്യത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആദരവോടെ കാണുന്നത് ഇത്തരത്തിലാണ്. നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾ അവരുടെ വലുപ്പമോ ചെറുപ്പമോ സമ്പത്തോ സമ്പത്തില്ലായ്മയല്ല, വീടിന്റെ വലുപ്പമോ മുറ്റത്തിന്റെ വലുപ്പമല്ല നമ്മൾ അവിടേക്ക് എത്തിക്കുന്നത്. ഞാനൊരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ ആദരിക്കാൻ ഞാൻ കാണിക്കുന്ന എന്റെ താല്പര്യമാണ് എന്റെ ബഹുമാനമുള്ളവനാണ്. ഏതൊരു വ്യക്തിയെ ബഹുമാനിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും വലിയവരും സമൂഹത്തിൽ പാപിയെന്ന് പറയുന്നവരും അല്ലെങ്കിൽ അഭദ്രമെന്ന വിശേഷിക്കപ്പെടുന്നവരെയും ആദരവോടെ കാണാൻ നമുക്ക് എന്ന് സാധിക്കുന്നു. അന്നാണ് നമ്മൾ ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്തീയ സാഹോദര്യം എന്ന് പറയുന്നത് പോലും ക്രിസ്തീയ കൂട്ടായ്മയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ വരുന്നു എന്നതുകൊണ്ട് ആണ്ടുകളിൽ കുമ്പസാരിച്ചു എന്നതുകൊണ്ട് നല്ല ക്രിസ്ത്യാനിയാണെന്നും ഒരിക്കലും വിചാരിച്ചത് സ്വർഗം കിട്ടും എന്നും പറയുന്നത് വെറുതെ. അങ്ങനെ തമ്പുരാനും പറഞ്ഞിട്ടില്ല, സുവിശേഷവും പറഞ്ഞിട്ടില്ല, സഭ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയമായ സാഹോദര്യം അത് കൂട്ടായ്മയിലാണ്. ഇവിടെ പള്ളിയില് വിശുദ്ധ കൂദാശകൾ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതുപോലെ മറ്റൊരു കൂദാശ തന്നെയാണ് മാസത്തിൽ ഒരിക്കൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം നമ്മുടെ കുടുംബ കൂട്ടായ്മ. ഒരു സംശയമാണ് അതിൽ ആശങ്കാവുന്നതും കുമ്പസാരത്തിൽ പറയാൻ മാത്രമുള്ള പാപത്തിന്റെ ഗൗരവം കൊണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അത്ര നിസാരപ്പെട്ട് തള്ളിക്കളയാവുന്നതല്ല. നമുക്ക് പലപ്പോഴും അറിയാനുള്ളത് സമയമില്ലെന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം പരിപാടികളുണ്ട്, ഒരുപാട് ജോലികൾ, ഒരുപാട് ഉത്തരവാദികൾ, ഇതിനിടയ്ക്ക് ഇതിന്റെ ഭാരവാഹിയാകലും ഇവിടെ വന്നിരിക്കാൻ സമയമില്ല. വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം, പരീക്ഷ, നമ്മളൊക്കെ പറയുന്ന പരാതികളാണ്. ഒരിക്കലൊരു ബിസിനസ്മാൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സന്യാസിയെ കണ്ടുപിടി. സന്യാസി പുഴയുടെ തീരത്തിരിക്കുക, ആലോചിച്ച് കുന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിസിനസ്സുകാരെ ചെന്ന് ഇവിടെ കുട്ടിയിരിക്കുന്ന പോകാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നദി ക്രോസ് ചെയ്ത് വേണം. നദി എന്ന് പറയാൻ നടന്നു പോകാനുള്ളതേ ഉള്ളൂ, അതിനുള്ള വെള്ളമുള്ളൂ, മുട്ടുകാലിന് വെള്ളമുള്ളൂ. ബിസിനസ്സുകാരൻ പറഞ്ഞത് ഞാനെന്നും ക്രോസ് ചെയ്യുന്ന പുഴ നടന്നു പോയപ്പോൾ എന്ന് ചോദിച്ചു. അതല്ല, ഞാൻ ഈ വെള്ളം തീർന്നിട്ട് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പോണ വെള്ളം ഒന്ന് കഴിഞ്ഞു. ബിസിനസ്സുകാരൻ ഇയാളെ നോക്കി പൊട്ടിച്ചിരിച്ച് കളിയായിരുന്നു. തനിക്ക് അവിടെ പണിയൊന്നുമില്ലോ, വട്ടാണോ പറയുന്നത്, എൻ്റെ പുറകെ പോയാണ്ട് കിടക്കാവുന്നു. സന്യാസി ചോദിച്ചു, അങ്ങനെയാണ്? അത് ശരി. അപ്പോൾ വെള്ളം തീർന്നിട്ട് പോകാൻ നിൽക്കണ്ട, അവിടെ ക്രോസ് ചെയ്താൽ മതി, നമുക്ക് കാര്യമില്ല. അപ്പൊ പിന്നെ എന്താണ് ഈ വീട്ടിൽ കൊടുക്കാൻ സമയമില്ല എന്ന് പറയുന്നത്, പള്ളിയിൽ പോകാൻ സമയമില്ല എന്നും വീട്ടിൽ ഒരുമിച്ച് പോകാൻ സമയമില്ല എന്ന് താങ്കൾ പറയുന്നതിന് ബിസിനസ്സിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? അതോടെ അദ്ദേഹത്തിന് എല്ലാ പ്രശ്നവും അവസാനിച്ചു. നമ്മളത് പറയുന്നത് പുഴയിലെ വെള്ളം തീർന്നിട്ട് എപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്? എന്റെ ജോലിയുടെ ഭാരം കഴിഞ്ഞ് ഞാൻ കുടുംബക്കൂട്ടായി ആക്റ്റീവാണ്. എന്റെ കുട്ടികളുടെ പഠനം കഴിയുമ്പോൾ ഞാൻ ആക്റ്റീവാണ്. പരീക്ഷ കഴിയുമ്പോൾ പങ്കെടുക്കും. ജോലിയുടെ ഭാരം കഴിഞ്ഞവർ അങ്ങനെയെന്ന് പറഞ്ഞു. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് വ്യക്തമുണ്ടാകുന്നത്. ഈ പറയുന്ന നന്മയുണ്ടാണ്. ഈ ക്രിസ്തീയ സാഹോദര്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ സംഘടനകൾ അധികം പ്രവർത്തിക്കുന്നില്ല. നമുക്കിപ്പോൾ ഉള്ളത് വിമൻ വെൽഫെയറാണ്. യുവജനങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരുന്നത് ഒരു സംഘടനയായിട്ട് ഉടനെ തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നതാണ് മുനിസിപ്പാലിറ്റി. ഇപ്പോൾ ഇടക്കാലം കൊണ്ടാണ് അതൊരു ഫ്രീസിങ് അവസ്ഥയിലായിരിക്കുക. അത് നമ്മൾ ഈ മാസത്തിൽ തന്നെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പള്ളിയിൽ അറിയിപ്പ് നൽകുമ്പോൾ നമ്മുടെ താല്പര്യമുള്ളവരെ ഒരുമിച്ച് കൂടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഈ സമയത്ത് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
മറ്റൊന്ന് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ദിവസം മനോഹരമാക്കാനായിട്ട് ഗൗരവം 2 വർഷം ഈ ഇടവകയുടെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ച സെൻട്രൽ കമ്മിറ്റിയുണ്ട്. അതോടെ ഒപ്പം തന്നെയുള്ള മറ്റ് കമ്മിറ്റികളും എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ദിവസം കൂടുതൽ മനോഹരമാക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കലാപരിപാടികൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ ദിവസം അഭിനന്ദിക്കുകയാണ്. അവരുടെ ധ്യാനത്തെയും അവരുടെ സമർപ്പണത്തെയും സന്തോഷത്തോടെ കാണുന്നു. ഈ ദിവസം മനോഹരമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യം ഞാൻ കൈക്കാരന്മാരായിട്ട് ആലോചിച്ചു. മറ്റു ചിലരൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തീരുമാനം എടുക്കുന്നത് ഈ ഒരു അവസ്ഥയിലല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണിത് നിങ്ങളുടെ ചർച്ചയ്ക്ക് വിട്ടുതരാണ്. നിങ്ങളുടെ ചർച്ചയിൽ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇത് നല്ലതാണെങ്കിൽ വരും ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞാൽ മതി. അതായത് നമ്മളിപ്പോഴുള്ള നമ്മൾ രാവിലത്തെ വിശുദ്ധ കുർബാനയുടെ സമയം 6:15 എനിക്ക് സന്തോഷം തോന്നി. സാധാരണ വരുന്നതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ 6:15 കുർബാനയ്ക്ക് വരുന്നു എന്നതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് ഈ ഞായറാഴ്ചകളിലെ കുർബാനയുടെ സമയത്തെക്കുറിച്ചും ഒരു ചിന്ത തോന്നിയാണ്. മറ്റൊരു ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയും. നമ്മളിപ്പോൾ കാറ്റഗിസം തീരുന്നത് 12 മണിക്കാണ്. ആ കാറ്റഗിസം സമയം തീരുന്നത് 11 മണി ആക്കിയപ്പോഴാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, നേരത്തെ വരും. പക്ഷെ അതനുസരിച്ച് അതിൻ്റെ ബാക്കിലേക്ക് മുന്നോട്ട് എല്ലാം കയറും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പം കൈയടിക്കുകയോ ചോദ്യം ചെയ്യുകയോ വേണ്ട, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സമയം ഇപ്രകാരമായിരിക്കും. എല്ലാ ദിവസവും കുർബാനയും രാവിലെ 1ാമത്തെ കുർബാന 6:15 തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞായറാഴ്ച അടക്കം. ഞായറാഴ്ച 2ാമത്തെ കുർബാന 8:30-ക്ക്, പിന്നീടുള്ള കാറ്റഗിസം ഒക്കെ തുടങ്ങി 11 മണിയോടുകൂടി അവസാനിപ്പിച്ചാൽ കല്യാണങ്ങൾക്കോ യാത്രകൾക്കോ പോകേണ്ടവർക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നുള്ളൊരു ചിന്ത തോന്നിയതുകൊണ്ടാണ്. ഒന്നും തീരുമാനമല്ല, നിങ്ങളെയൊക്കെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടി പറഞ്ഞുള്ളൂ. നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കതൊക്കെ ഓക്കെ ആണെങ്കിൽ ജൂൺ മാസം മുതൽ നമുക്ക് പുതുതായിട്ടത് ആരംഭിക്കാനായിട്ടും സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കും. ഇതൊരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞുള്ളൂ. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും ഭാഷയുടെയും മുഖമാതൃദിനത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിശ്വസിച്ചായിരിക്കും സ്തുതിയായിരുന്നു.